മഹീന്ദ്ര അവരുടെ സ്കോർപിയോ പിക്കപ്പിന് അവതരിപ്പിച്ചിരിക്കുന്നു. അതിന്റെ പേരാണ് സ്കോർപിയോ ലൈഫ് സ്റ്റൈലർ എന്ന്. അതായത് ഇന്റർനാഷണലി ലൈഫ് സ്റ്റൈലർ എന്ന് പറയും, ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അതിനെ സ്കോർപിയോ ലൈഫ് സ്റ്റൈലർ എന്ന് പറയും. ശരിക്കും ഇതിന്റെ ഒരു അൺവീലിംഗ് ആയിരുന്നു നടന്നത്, ഗ്ലോബൽ അൺവീലിംഗ് ആണ്. ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് കാണിക്കാൻ പറ്റില്ല, പക്ഷെ ഇതിന്റെ ഡിസൈൻ എലമെന്റ് ആണ് ഇവർ പ്രധാനമായിട്ടും ഷോക്കേസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ നോക്കിയാൽ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ല്, അത് ഫുള്ളി പിയാനോ ബ്ലാക്കിനകത്തും ഇവിടെ നമുക്ക് കുറച്ചൊരു ക്രോം എലമെന്റ് ഒക്കെ കൊടുത്ത് വലിയ മഹീന്ദ്രയുടെ ലോഗോ അതിനകത്ത് 360 ഡിഗ്രി ക്യാമറ വ്യൂ കൊടുത്തിട്ടുണ്ട്. അഡാസ് ഉണ്ടാവോ എന്നറിയില്ല, എനിക്ക് തോന്നണില്ല. പക്ഷെ അവിടെ ഒരു മുകളിലൊരു ക്യാമറ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ചില എലമെന്റുകളൊക്കെ അതിനകത്ത് ഉണ്ടാവും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ അല്ലേ അഡാസ് വരാൻ സാധ്യത ഉണ്ട് തോന്നുന്നു കേട്ടോ. ഒരു റഡാറിന്റെ ഭാഗമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അഡാസ് ഞാൻ എക്സ്പെക്ട് ചെയ്യണു. യെസ്, ഭയങ്കര ബോൾഡ് അല്ലേ, ഭയങ്കര ചങ്കി ആയിട്ടുള്ള ഗ്രിൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബമ്പറിന്റെ ഭാഗം നോക്കിയാൽ വെരി നൈസ്. അത് ഒരു സ്ക്വയർ പ്ലാസ്റ്റിക് ആണ് ആക്ച്വലി, പക്ഷെ ആ ഒരു സ്ക്വയറിഷ് ലുക്ക് നല്ല രസമുണ്ട്. ഇത് ആ ഒരു ഡിസൈൻ ഒക്കെ നൈസ്. ലാമ്പ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് മുകളിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര സ്ലീക്ക് ആണ്, പക്ഷെ ഒന്നും ഞാൻ ഒരു ബോൾഡ്നെസ് അതിനകത്ത് കാണാം. DRLന്റെ പാറ്റേൺ, ഇത് DRLന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഇൻഡിക്കേറ്റർ ആവാം. ഇതും DRLന്റെ ഒരു ഭാഗം. വെരി നൈസ് അല്ലേ, ഒരു യുണീക്ക് പാറ്റേൺ കൊടുത്തിട്ട് താഴ്ഭാഗത്ത് എന്തായാലും ഫോഗ് ലാമ്പും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ നല്ല രസമുണ്ട്. ഈ ഒരു കളർ പാറ്റേണും നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്തെ ഒരു റഗഡ് ലുക്ക് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ബോൾഡ്നെസ്സിന് ഹൈലൈറ്റും ഉണ്ട്. സൈഡിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ ഇൻവോൾവ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാതെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് കാണിച്ചില്ല എന്നുള്ളൊരു പരാതി പറയരുത്. ചില ആൾക്കാർ ചോദിക്കലുണ്ട് എവിടെ ഇൻവോൾവ് ഉണ്ടെന്ന്. ഇതൊരു സ്നോഫോൾ എന്ന് പറഞ്ഞ ഫ്രാഗ്രൻ്റ് ആണ്. ഇതുവരെ കുറേ ഫ്രാഗ്രൻറ്റ് ട്രൈ ചെയ്ത ആൾക്കാർക്ക് ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാം. അത് രണ്ടിൻ്റെ കളർ ഒന്നാലേ. അപ്പോൾ അതിന് ലിങ്ക് കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈൽ പരിശോധിക്കുകയാണ്. ഒരു പിക്കപ്പ് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ 3 ഭാഗങ്ങളായിട്ട് ഉണ്ടാവുക. ഒന്ന് നമ്മൾ ഡ്രൈവർ സൈഡ്, പിന്നെ അതുപോലെ തന്നെ ഒരു പാസഞ്ചർ സൈഡ്, പിന്നെ ഒരു പേലോഡ് സൈഡ്, അങ്ങനെയാണ് വന്നേക്കുന്നത്. സെയിം വേണമെങ്കിൽ 4 എന്ന് പറയാം. ഒന്ന് നമ്മൾ എഞ്ചിൻ ബേന്റെ ഭാഗം. ഇതൊക്കെ നോക്കിയാൽ ശരിക്കും ആ ഒരു SUV ബോൾഡ്നെസ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഡിസൈൻ എലമെന്റ് ആണ്, പക്ഷെ ഒരു റിഫ്ലക്ടർ കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഗ്യാപ്പ് നല്ലോണം ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വലിയ ടയർ കയറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോയും കാര്യങ്ങളൊക്കെ നൈസായിരിക്കും. 18 ഇഞ്ച് വീലുകളാണ് കൊടുത്തേക്കുന്നത്. വലിയ അലോയും പാറ്റേണൊക്കെ കാണാം. ഡിസ്ക് ബ്രേക്ക് അതിനകത്ത് നമുക്ക് കാണുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് സ്റ്റെപ്പ് നോക്കിയാൽ വാഹനത്തിനകത്തേക്ക് കയറാൻ, കാരണം അത്യാവശ്യം നല്ല ഉണ്ട്. ഏകദേശം ഒരു 220 mm ഒക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടാവുമായിരിക്കും അല്ലേ. ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇതിന്റെ സ്പെക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ മഹീന്ദ്ര അനൗൺസ് ചെയ്തിട്ടില്ല. ഏപ്രിലാണ് ഇതിന്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ വരും. ഏത് 2027 കേട്ടോ. ഇപ്പം ഇല്ല, അത് ജസ്റ്റ് അൺവീൽ ചെയ്തേക്കാണ്. സൈഡ് വ്യൂ മിറർ, ഇൻഡിക്കേറ്റേഴ്സ്, ഒരു ക്യാമറ യൂണിറ്റ് ഇവിടെ വരേണ്ടതാണ്. പക്ഷെ ഇതിനകത്ത് മിസ്സിംഗ്, കാരണം ഫ്രണ്ട് ക്യാമറ ഉള്ളതുകൊണ്ട് എന്തായാലും 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇതിനകത്ത് നിലവിൽ കാണാനില്ല. അകത്തേക്ക് നോക്കുമ്പോഴേ ഓട്ടോമാറ്റിക് ആണ്. ടെറൈൻ മോഡ് സെലക്ഷൻ കാണുന്നുണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്സ് കാണുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. ഡിജിറ്റൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ക്ലസ്റ്റർ, ലെതർ സീറ്റ്, അങ്ങനെ ഒളിച്ചു നോക്കി പറയേണ്ട അവസ്ഥയാണ്. റൂഫ് റെയിൽ കാണാം. ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഇതൊക്കെ നോക്കിയാൽ ഭയങ്കര ബോൾഡായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കൂ, പേലോഡ്. അതിനകത്ത് ഒരാൾ കയറി നിൽക്കുന്നുണ്ട് നോർമലായിട്ട്. അവിടെ മഹീന്ദ്ര എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ ഇതിൽ അവിടെ പല ബ്രാൻഡും അങ്ങനെ ചെയ്യാറുണ്ട്. അവിടെ ചെയ്യാറുണ്ട്, ഈ ഒരു പാലോഡ് ഏരിയയിൽ ചെയ്യാറുണ്ട്. ആ ഒരു ഹൈലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ്, ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ ടൈലാമ്പ് നോക്കിയാൽ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ടൈലാമ്പ് യൂണിറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡിസൈനാ രസമുണ്ട് അല്ലേ. താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പർ പ്ലാസ്റ്റിക് ആണ്. ഈ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു സ്ക്വയർ പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയായിട്ട് തോന്നി. നമ്മൾ ആക്ച്വലി ആ ഒരു ബമ്പറിലൊക്കെ കണ്ടില്ല, ഈ ഒരു സാധനം ഫ്രണ്ടിൽ നമുക്കത് ഓപ്പൺ ആണ്. ഇവിടേക്ക് വരുന്ന സമയത്തൊക്കെ ആ ഒരു പാറ്റേൺ കണ്ടിന്യൂഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് തോന്നി. ഇത് ഓപ്പൺ ചെയ്യാം. അതുപോലെ ക്യാമറ എടുത്ത് നോക്കിയാൽ റിയർ ക്യാമറ നൈസ് പ്ലേസ്മെന്റ് അല്ലേ. അതുപോലെ ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പിന് പോലത്തെ ഒരു റിഫ്ലക്ഷൻ ഏരിയ ആണ്. ആക്ച്വലി ഇത് ലാമ്പ് തന്നെയാണ്. നമ്മളെ ഡിഫോഗർ ലൈൻസ് ഒക്കെ ഗ്ലാസിൻ്റെ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഷാർപ്പിന് ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ്. സ്കോർപിയോ പിക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കുറേ സ്പെക്കുകൾ ഒരു പക്ഷേ സ്കോർപിയോ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ എൻജിൻ ട്യൂണിങ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. ബട്ട് ഡീസൽ എഞ്ചിനൊക്കെ വന്നാൽ നല്ലതായിരിക്കും അല്ലേ, അടിപൊളിയായിരിക്കും. സോ ഇതാണ് വണ്ടി. ഇനി ഇതിന്റെ പ്രൈസിനെ കുറിച്ച് പറയണമെങ്കിൽ മഹീന്ദ്ര പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലെസ് ദാൻ 19 lakh, അതായത് 19 ലക്ഷത്തിൽ താഴെ ആയിരിക്കും ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്നാണ് അവർ പറയുന്നത്. സോ എന്തായാലും ഏപ്രിലിൽ അവർ അനൗൺസ് ചെയ്യുള്ളൂ. സോ ഈ ഓഗസ്റ്റ് 15 മഹീന്ദ്ര ലോഞ്ച് ചെയ്തേക്കുന്ന അവരുടെ ഏറ്റവും പുതിയ പിക്കപ്പാണ്. അതിന്റെ പേരാണ് സ്കോർപിയോ ലൈഫ് സ്റ്റൈലർ എന്ന് പറയുന്നത്. അതാണ് ഇത്ര നേരം നമ്മൾ കണ്ട്. അകത്തേക്ക് കാണിക്കാൻ ഒരു വഴിയില്ല. ഞാൻ പറഞ്ഞ പോലെ 4 ഭാഗങ്ങളാണ്. ഫ്രണ്ടിൽ നമുക്ക് ഡ്രൈവർ സൈഡും ഏരിയ, പിന്നെ പാസഞ്ചർ ഇരിക്കാനുള്ള സ്ഥലം, ഇവിടെ നമുക്ക് പേലോഡ് കയറ്റാനുള്ള സ്ഥലം. ശരിക്കും ഇതിന്റെ ലോഞ്ചിന്റെ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, കല്യാണത്തിന് വിതിട്ട് പോവാം. ഈ ലൈഫ് സ്റ്റൈൽ പിക്കപ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. നമുക്ക് കല്യാണത്തിനും പോവാം, ലോഡ് കൊണ്ടുപോവാം, നമ്മളെ പേർപ്പസുകൾക്ക് യൂസ് ചെയ്യാം, കളിക്കാൻ പോവാം, സർഫിങ്ങിന് കൊണ്ടുപോവാം, എന്തിനു കൊണ്ടുപോകാം എന്നുള്ളൊരു പാറ്റേൺ ആണ്.
സോ അത് മാച്ച് ചെയ്യുന്ന തരത്തിലാണ്. അപ്പോൾ ഇത് കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. അതായത് ഇതിന്റെ എക്സ്റ്റീരിയർ ബ്യൂട്ടി അത് മാത്രമേ ഇപ്പോൾ നമ്മൾ കാണിച്ചുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു